Indeed, it is a great pleasure to be here once again with all of you. And bottom of my heart, really, I thank you, Pastor Bijoy. And it is a great pleasure to have and to be with Brother Samson Chenganur. I have seen you on TV, but really it is a great, indeed a great pleasure to see you face to face. Thank you, Pastor Ji, and your presence also. Of course, it is a great, indeed a great blessing for us. And of course, I was very blessed with all of you. Last 2 days, I was with you. Thank you, all of you. Thank you for inviting me the second time to this church and giving me this opportunity to serve before all of you. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വേദഭാഗം വായിക്കാം. Actually, Brother Samson has touched that portion which I was trying to speak to you, but it's another concept, another way, but he has already touched that one. Let us go to Mark, the Gospel of Mark chapter 3, verses 35 to 37. Can anybody can read that one? Mark chapter 6, 35 to 37. Hallelujah. Amen. Amen. Okay, that's enough. Here, the disciple of Jesus Christ came to Jesus because of the large crowd. There were 5,000 men as well as women and children. Of course, I just imagine near about 10,000 or more than 10,000 people were gathered in that place. So ഇതെല്ലാം കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നേരം വൈകി ഇവരെ ഭക്ഷിപ്പാനായിട്ട് പറഞ്ഞു വിടണം. So what Jesus was asking them, Jesus is asking a difficult task, asking to do a difficult task for the disciple of Jesus Christ. എന്താ പറയുന്നത്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? അവർ ചോദിച്ചു, ഓക്കെ, of course they might have or 200 dinars maybe with them. ഒരു 200 വെള്ളിക്കാശ് അഥവാ ദിനാർ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. അതാ അവർ പറഞ്ഞത്, 200 ഈ ദിനാർ കൊടുത്ത് ഞങ്ങൾ അപ്പം മേടിച്ചുകൊണ്ട് വന്നാൽ ഇതുകൊണ്ട് മതിയാകുമോ? അതാണ് അവർ ചോദിച്ചത്. പക്ഷേ യേശു അതല്ല ആഗ്രഹിച്ചത്. But you see, Jesus asked us to do the impossible thing. Why Jesus is asking us to do the impossible thing? യേശുവിന് വേണമെങ്കിൽ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസ് വീണ്ടും പടക് വലയുമായിട്ട് പോയി കഴിഞ്ഞ് യേശു ചെല്ലുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ പടകൊക്കെ വലിച്ച് കരയിൽ കയറ്റിയപ്പോൾ ആൾറെഡി അവിടെ എന്തുണ്ടായിരുന്നു? കനലിൽ ചുട്ട അപ്പം മീനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ പിടിച്ചുകൊണ്ട് വന്ന വലയിൽ മീനും അപ്പവും ഒന്നും അല്ലത്. അതെവിടെ നിന്ന് വന്നയാ? ഏലിയാവ്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതനെ വിട്ടു. ദൂതൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പമുണ്ട്, അല്ലേ? കനലിൽ ചുട്ട അപ്പം തട്ടി വിണർത്തി വെള്ളവും കൊടുത്തു. ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. ജീസസ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. Jesus can do a miracle over there. But Jesus is asking the disciple to feed them. You have to find out. Praise the Lord. ദൈവം, യേശു ആഗ്രഹിക്കുന്ന നമ്മുടെ ഇൻവോൾവ്മെൻറ്റിനാണ്.
Jesus is asking he decided to have our involvement with his ministry. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരുടെ മിനിസ്ട്രി അഥവാ അവരുടെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നു. ഈവൻ ദ റിസോഴ്സ് ഫ്രം ദ ക്രൗഡ്. ഈ അപ്പം എവിടെ നിന്നാണ് വന്നത്? എമംഗ് ദ ക്രൗഡ്. യേശുവിന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾ അവർക്ക് you gave them something to eat. Give them something to eat. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഈ ഭാഗം, particularly this portion is already narrated in the 4 Gospels. 4 ഗോസ്പലിലും ഈ ഭാഗം എഴുതിയിട്ടുണ്ട്. ഈ ഭാഗം ഒരേപോലെ അല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ അതിൻ്റെ ഇഫ് ഇറ്റ് ഈസ്, നിങ്ങൾ എന്നോട് കൂടെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഞാനതൊന്ന് നിങ്ങളോട് പറയാമൊന്ന് എടുത്ത് വായിക്കാൻ. പെട്ടെന്നൊന്ന് എടുത്താട്ടെ. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചാട്ടെ. അവിടെ അവരോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ, അതെ ഈ ഭാഗത്ത് ഒന്ന് നോക്കിയാട്ടെ. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 13. ദെൻ ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ദേ ന്യൂ ആൾറെഡി ദേ ഹാവ്. അവർക്കറിയാം അവരുടെ കയ്യിൽ എന്തുണ്ട്. അപ്പോൾ ഈ യേശു പറയുമ്പോൾ തന്നെ അവർ ഈ അപ്പം ആരുടെ കയ്യിലുണ്ടെന്നും ഈ അപ്പം മീൻ ആരുടെ കയ്യിലുണ്ടെന്നും അവർ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവിടെ പറഞ്ഞു. അങ്ങനല്ലേ വായിക്കുന്നത്? എന്താ അവിടെ വായിച്ച്? ആരാ വായിച്ചാട്ട്? അല്ല, അതെ ഞങ്ങളുടെ കയ്യിലില്ലെന്ന്, ബാലൻ്റെ കയ്യിലുണ്ടെന്നല്ല. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബാലൻ്റെ കയ്യിലുണ്ടെന്നല്ല അവിടെ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഇനി അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 14 വേഴ്സസ് 17. അവൻ അവരോട് ഇതാര് പറയുന്നതാണ്? യേശുവിൻ്റെ ശിഷ്യൻ പറയുന്നതാണ്, ഞങ്ങളുടെ കയ്യിൽ ആകെ എന്തുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് അന്ത്രയോസ് പറയുന്നുണ്ട്, ഇവിടെ ഒരു ബാലകനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതെ 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ 9-ാമത്തെ വാക്യം എടുത്തൊന്ന് വായിച്ചാട്ടെ. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 8. അന്ത്രയോസ് ഉണ്ട്. ഹല്ലേലൂയ. ഈ ഭാഗം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതൊന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ദൃക്സാക്ഷി വിവരണം അവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ കൂടെ നടന്ന ശിഷ്യൻ എപ്പോഴും യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ യേശുവിൻ്റെ ആ ഭാഗങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നത് വളരെ ദൃക്സാക്ഷി വിവരണം, വളരെ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അസ്യൂം ചെയ്തോ കേട്ടറിഞ്ഞോ അല്ലെങ്കിൽ അത് അത്ര കാര്യമാക്കാതെ അതങ്ങനെ എഴുതി വിട്ടു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ വളരെ ആ സംഭവം വളരെ വിശദമായിട്ട് ഒരു കാഴ്ചക്കാരൻ കൂടെ നടക്കുന്ന ഒരാൾ എങ്ങനെ അത് വിവരിച്ചെഴുതിയിരിക്കുന്നു അതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 5-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ ഇത് ചോദിക്കുന്നത് എല്ലാ ശിഷ്യന്മാരോടുമല്ല. അതൊന്നും എടുത്ത് വായിച്ചാട്ടെ. ആമേൻ. അപ്പം എല്ലാവരോടും അല്ല ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? ഫിലിപ്പോസിനോടാ ചോദിച്ചത്. നമ്മൾ ആദ്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചത് ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചെന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും പുരുഷാരം ഇവിടെ വന്നിരിക്കുന്നു, അവരെ പറഞ്ഞു വിട്, ഇവർക്ക് ആഹാരം വിട്. എന്നാൽ യേശു ഇത് വരുന്നത് കണ്ടിട്ട് യേശു ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്,
നമുക്ക് ഈ പുരുഷാരത്തിന് തിന്മാൻ എങ്ങനെ, ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സ്? ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത്. ഈ ഫിലിപ്പോസിനോട് ചോദിക്കാൻ പ്രത്യേകതയുള്ളത് നമുക്കറിയാം. എന്താ കാര്യമെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ ഫിലിപ്പോസ് നഥനയേലിനെ പിടിച്ചുകൊണ്ട് വന്നു. അന്ത്രയോസിനെ യേശു ആദ്യം അന്ത്രയോസാണ് കണ്ടത്, പത്രോസിൻ്റെ സഹോദരൻ. അന്ത്രയോസ് എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ സഹോദരനായ പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. ആരുടെ അടുക്കൽ? നമ്മൾ എത്ര പേരെ കൊണ്ടുവന്നു യേശുവിൻ്റെ അടുക്കൽ? എത്ര വർഷമായി യേശുവിനെ കണ്ടുമുട്ടിയിട്ട്? ഇതുവരെ ആരെയെങ്കിലും ഒരാളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ആരെയെങ്കിലും ഒക്കെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ആരോ എങ്കിലും ഒന്ന് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നേ. ഹല്ലേലൂയ. അന്ത്രയോസ് യോഹന്നാൻ്റെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. സ്നാപക യോഹന്നാൻ യേശു പോകുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോഴാ യോഹന്നാൻ്റെ ഈ അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഗുരു നീ എവിടാ പാർക്കുന്നത്? കർത്താവ് പറഞ്ഞു, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. പ്രൈസ് ദി ലോർഡ്. 2 ദിവസം അവൻ്റെ കൂടെ പോയി പാർത്തു. അതിനുശേഷം ആരെ വിളിച്ചുകൊണ്ട് പോയി? പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്ന് പോയി. പത്രോസിനെ ദൂരത്ത് വരുന്നത് കണ്ടപ്പോഴേ യേശു പറഞ്ഞു, ഇത് നീ പത്രോസാണ്, പക്ഷെ നീ ശിമോൻ്റെ മകൻ, ബറയോനായ ശിമോനാണ്. നിന്റെ പേര് എന്താകും? കേഫ എന്നാകും. അതിൻ്റെ അർത്ഥം പത്രോസ് എന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടിയാൽ പഴയ സ്വഭാവവും പഴയ പേരും അങ്ങ് മാറുമെന്നേ. നഥനയേൽ വരുന്നത് കണ്ടിട്ട് ദൂരത്ത് പറഞ്ഞു. എന്താ പറഞ്ഞതാ? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ ഒരു കപടവുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് 2 പേരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെ? ഫിലിപ്പോസിനോട് ചോദിച്ചു, അന്ത്രയോസ് മറുപടി കൊടുത്തു. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെന്ന് കണ്ടാൽ അടുത്ത റെസ്പോൺസിബിലിറ്റീസ് കർത്താവ് അങ്ങോട്ട് ഏൽപ്പിക്കും. അതാ തമ്പുരാൻ പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനായാൽ ഞാൻ അധികത്തിന് നിന്നെ വിചാരകനാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അത് ചെറിയ ടാസ്ക് ആയാലും മതി. വാട്ട് എവർ ഇറ്റ് ഈസ് ദ ടാസ്ക് ഗോഡ് ഈസ് ഗോയിങ് ടു ഗീവ് യു, ഹല്ലേലൂയ, അത് നമ്മൾ അങ്ങ് ഫുൾഫിൽ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ആമേൻ. നമുക്ക് പലപ്പോഴും എല്ലാത്തിനും ഉത്സാഹമാണെങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് പലപ്പോഴും നമുക്കൊരു മടിയാ. അതിന് മാത്രം നമുക്ക് സമയം കണ്ടെത്താൻ പലപ്പോഴും കഴിയാതെ പോകുന്ന അവസ്ഥ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഇപ്പോൾ ദൈവദാസൻ പ്രിയ സാംസൺ ബ്രദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെ, ആ ബാലകൻ്റെ കയ്യിലെ അപ്പം, ഒരു വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു പറച്ചിലുണ്ട്. ഈ ബാലകൻ അന്ത്രയോസിൻ്റെ മകനായിരുന്നെന്നാണ് പറയുന്നത്. ബാലകൻ്റെ കയ്യിലെ അപ്പം അന്ത്രയോസ് അല്ലേ, അന്ത്രയോസ് ഇല്ലയോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബാലകനുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5 അപ്പവും 2 മീനും പൊതിഞ്ഞും അവൻ്റെ കയ്യിൽ കൊടുത്തതാ. അത് അപ്പം മേടിച്ച് നമ്മുടെ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഒരു മൂട്ടായി മേടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ചെറുപ്പം മുതലേ ദൈവഭാഗത്ത് കടന്നു വന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ശീലിപ്പിക്കണം. ആമേൻ.
കർത്താവിൻ്റെ ദാസന്മാർ, ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഒരു ശീലമുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരൊക്കെ വീട്ടിൽ വന്ന്, അത് ഈ ഭവന സന്ദർശനമുണ്ട് നാട്ടിലെ, അങ്ങനെ മാസത്തിലൊരിക്കൽ വന്ന് അല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ആ പെട്രോൾ ചാർജ് ആയിട്ടൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ എന്തെങ്കിലും ഒരു ചെറിയ കൈമടക്ക് അവരുടെ പോക്കറ്റിലൊന്ന് ഇട്ട് കൊടുക്കും. മനസ്സിലോ? അത് കൊടുക്കേണ്ടത് ആരെ കൊണ്ടെന്നറിയാം? പിള്ളേരെ കൊണ്ട് കൊടുപ്പിക്കണം, നിങ്ങളുടെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം. ഹല്ലേലൂയ. വീട്ടിൽ തിരിച്ചറിവ് പ്രാപിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കൈ കൊടുത്തിട്ട് പറയണം, മോനെ പാസ്റ്റങ്ങൾക്ക് കൊടുക്കുക. ആമേൻ. അന്ത്രയോസിൻ്റെ മകനായിരുന്നെന്നാണ് ഈ ബാലകൻ. ഈ ബാലകൻ്റെ അടുത്ത് പറഞ്ഞു, യേശുവിന് നിന്റെ കയ്യിലിരിക്കുന്ന അപ്പം വേണം, മോനെ തരുവോ? ഇന്ന പപ്പ എടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും മേടിക്കാൻ വന്ന ആളല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. ആമേൻ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, മുന്നോട്ട് പോകുകയാണ്. യേശുവിൻ്റെ കയ്യിലേക്ക് ഈ അപ്പം വന്നു. അവിടെ ഞാൻ വായിച്ച കുറിവാക്യത്തിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്, ഈ അപ്പം മേടിച്ച യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ യേശു അത് കയ്യിലേക്ക് എടുത്തിട്ട് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി പ്രാർത്ഥിച്ച് അതിനെ നുറുക്കി. ഇവിടെ ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുക. അനാപ്ലെപ്പോ എന്നുള്ള വാക്കാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ്. ബെൽപ്പോ ഈസ് the meaning of sea. Ana means again. ഈ അപ്പത്തെ യേശു എന്ത് ചെയ്തു? നോക്കി. എത്ര പ്രാവശ്യം നോക്കി? ഒരു പ്രാവശ്യം കയ്യിലിരിക്കുന്ന ബാലകൻ്റെ കയ്യിൽ നിന്ന് അന്ത്രയോസിൻ്റെ കയ്യിൽ, അന്ത്രയോസിൻ്റെ കയ്യിൽ നിന്ന് യേശുവിൻ്റെ കയ്യിൽ എല്ലാവരും നോക്കുന്നത് പോലെ നോക്കി. അടുത്ത നോട്ടം എങ്ങോട്ടായിരുന്നു അറിയാമോ? സ്വർഗത്തിലേക്ക് നോക്കി. ശിഷ്യന്മാരിത് നോക്കിയതാ. അന്ത്രയോസ് പറഞ്ഞു, ഇതെന്തിനാ ഇത്രയും പേർക്ക് ഇത് എന്തുള്ളൂ? മാനുഷികമായ ഒരു നോട്ടത്തിൽ ഇതെന്തുള്ളൂ ദൈവ പൈതലേ. എന്നാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നീ സ്വർഗത്തേക്കൊന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ഇതിനെ വർദ്ധിപ്പിച്ച് തരുവാൻ, ഇതിനെ അനുഗ്രഹിച്ച് തരുവാൻ, ഇതിനെ എല്ലാവർക്കും പോഷിപ്പിക്കുന്ന നിലയിൽ നിന്റെ കയ്യിൽ തരുവാൻ ഈ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിലുള്ളത് പലതും നമ്മൾ നോക്കിയിട്ട് എന്താ പറയുന്നത്? മതിയാകുകയില്ല, ഇതൊന്നിനും കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു സ്വർഗത്തേക്ക് നോക്കി കണ്ടു, മതി. ദിസ് ഈസ് ഇനഫ് ഫോർ മോർ ദാൻ 15,000 പീപ്പിൾ. ഹല്ലേലൂയ. മാനുഷികമായ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ മാറ്റണം ദൈവ പൈതലേ. ആമേൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ കണ്ടതുപോലെയല്ല യേശു അത് കണ്ടത്. 1 കൊരിന്ത്യർ 2:16 ലാസ്റ്റ്, അത് അവസാന വാക്യമാണ്, നിങ്ങൾ എടുക്കണ്ട. അവിടെ പറയുന്നുണ്ട്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരത്രേ. വി ആർ ഹാവിങ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ we should have
ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളും യേശു ക്രിസ്തുവിലൂടെയുള്ള ആ മഹിമ പ്രാപിപ്പാൻ, മഹത്വം പ്രാപിപ്പാൻ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാഹളം ധ്വനിക്കാറായി. യേശു വരുമ്പോൾ പോകും എന്ന് ഉറപ്പുള്ളവർ കൈപൊക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൈപൊക്കും. പക്ഷെ എല്ലാവരെയും യേശു കൊണ്ടുപോകും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോടും പ്രയാസം തോന്നും. സത്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പ്രയാസം തോന്നിയാലും സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് യേശുവിൻ്റെ മനസ്സുണ്ടോ? ഡു യു ഹാവ് റിസീവ്ഡ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? യേശുവിൻ്റെ മനസ്സ് എന്തെങ്ങനെയുള്ള മനസ്സായിരുന്നു? യേശുവിൻ്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായിരുന്നു? യേശു പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവൻ. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നമുക്ക് യേശുവിനെ പോലെ ആകണം. നമ്മൾ പണ്ടൊക്കെ പാടുമായിരുന്നു, യേശുവെ പോലെയാകുവാൻ കേൾക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ ഞാൻ ഒത്തിരി സന്തോഷമായി. ഇന്ന് ഈ സഹോദരൻ ഇവിടെ വന്ന് പഴയ പാട്ടെല്ലാം അങ്ങോട്ട് പാടി. പുതിയ പാട്ട് മോശമൊന്നും ആണെന്നൊന്നുമല്ല, ഞാനതിന് അതെ, ഓഫ് കോഴ്സ് ദാറ്റ് ആൾസോ വെരി ഗുഡ്. പക്ഷേ ആ പഴയ അനുഭവത്തിൽ നിന്ന് പാടിയ ആ ദൈവദാസന്മാരുടെ ആ പാട്ടിനകത്ത് ഇന്നും ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഇങ്ങനെ കടന്നു വരികയാണ്. നമുക്ക് ആരെ പോലെ ആകണം? നമുക്ക് യേശുവിനെ പോലെ ആകണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ പോലെ ആകണം. യേശുവിൻ്റെ മനസ്സുള്ളവരായി മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ മനസ്സ് ഉള്ളവരായാൽ യേശു കാണുന്നത് പോലെ നമ്മൾ കാണും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മളിൽ. ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എന്നിട്ട് എന്താ? ദാസവേഷമെടുത്തു, അല്ലേ? മഹേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. സ്വർഗത്തിലെ സകല മഹിമകളും എന്ന് പറയുമ്പോൾ വളരെ ചെറുതാ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഹി വാസ് ഗോഡ്, ഹി ഈസ് ഗോഡ്. എന്താ വിട്ടത്? നമ്മളെന്തോ വിട്ടത്? ഞാനാകെ വിട്ടത് എൻ്റെ മീശയാണ്. നമ്മളെന്തോ വിട്ടത്? ചെക്ക് ഷർട്ട് വിട്ടിട്ട് വെള്ള ഷർട്ട് ധരിച്ചു, അല്ലേ? എന്തോ വിട്ടത്? നമ്മൾ യേശുവിന് വേണ്ടി എന്തുവാ വിട്ടത്? ഹല്ലേലൂയ. യേശു എന്താ എനിക്ക് വേണ്ടി വിട്ടത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവരൂപത്തിലിരിക്കെ. ആമേൻ. കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നോക്കണം. ഈ തിരുമേശ നമ്മുടെ മുമ്പിൽ ഇരിപ്പമുണ്ട്. അവൻ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് വേണ്ടി ഒരു നിന്ന സഹിപ്പാൻ, കഷ്ടത സഹിപ്പാൻ. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടോ? ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ. മത്തായിയുടെ സുവിശേഷം വാക്യമെടുക്കണ്ട. ഒരു ചെറുപ്പക്കാരന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു,
നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, ഇതുപോലെ ന്യായപ്രമാണമൊക്കെ അനുസരിച്ചാണ്. എല്ലാം ഞാൻ ചെറുപ്പം മുതലേ. അവിടെ ഒരു വാക്യമുണ്ട്, യേശു അവനെ നോക്കി. ആ യേശു അവനെ നോക്കി എന്നുള്ള ഭാഗത്ത് ഗ്രീക്കിൽ ഈ അനാബൽപോ എന്ന വാക്കായിട്ടേക്കുന്നത് രണ്ടാമതും നോക്കി. All are here? Praise the Lord. God, Jesus looked at you and he again looking at you. ഈ സമയത്ത് യേശു എന്താ പറയുന്നത്? ഒരു കുറവ് നിനക്കുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്. നാം ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്നറിയാമോ? അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവന്റെ മുമ്പിലായിരിക്കുന്നതാ. ആരുടെ മുമ്പിലും മറച്ചു വെക്കാവുന്നതും മറച്ചു വെക്കാമെന്നാൽ ഈ യേശു ക്രിസ്തു എന്നെ രണ്ടാമതും നോക്കുകയാ, ഉറ്റുനോക്കുകയാ. ആമേൻ. ഞാൻ എന്നെ തന്നെ എനിക്ക് വലിയ മഹാനാണെന്നും ഞാൻ വലിയ ആളാണെന്നും അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നു എന്നൊക്കെയും പറഞ്ഞ് അതെ ആ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രീതിയൊക്കെ സമ്പാദിപ്പിക്കാൻ കടന്നു വന്നവനാ. പക്ഷെ അവൻ്റെ അകത്തളത്തിൽ അവനുള്ള ധനത്തിൻ്റെ ആ ആഗ്രഹം, ആ ദ്രവ്യാഗ്രഹം, ആ അഹങ്കാരം, അത് യേശു അവനെ കണ്ടു, അവനോട് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കാൻ വരുന്നവര് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അല്ലാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല. നമ്മളെയൊക്കെ വിളിച്ചത് വിശ്വാസിയായിരിക്കാനല്ല. യേശു എന്താ പറഞ്ഞത്? പോയി ലോകത്തിൻ്റെ അറ്റത്തോളം പോയി അതെ സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ സ്നാനപ്പെടുത്തി രക്ഷിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളി. മേക്ക് ദം മൈ ഡിസൈപ്പിൾ, നോട്ട് മേക്ക് ദം മൈ ബിലീവർ. ദാറ്റ്സ് ദ കമാൻഡ്മെന്റ്. ഹല്ലേലൂയ. അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഡു വി റിയലി feel that we are his believer or disciple? യേശുവിൻ്റെ വിശ്വസിക്കുന്ന ഒത്തിരി പേര് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു കേട്ടോ. കുറേനക്കാരി, അതെ സുഫൈനക്കാരി, ആ സ്ത്രീ കടന്നു വന്നു. എൻ്റെ മകൾക്ക് ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്നു, പുറകെ നടന്ന് ശല്യം ചെയ്തു, നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ, എന്നാ നിന്റെ വിശ്വാസം പോലെ നിനക്ക്. ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചു. പാസ്റ്റർ വാച്ച് നോക്കി തുടങ്ങി. ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചു. 5000 ഒരിടത്തും 4000 പുരുഷന്മാർ വേറൊരിടത്തും അപ്പം തിന്ന് തൃപ്തരായി. പക്ഷെ പെന്തക്കോസ്തിന്റെ മാളിക മുറിയിൽ യേശു പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിപ്പാൻ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസികൾ ഒരുപാടുണ്ടായിരിക്കാം, എന്നാൽ യേശു ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരെ. ആമേൻ. ശിഷ്യന്മാരോടാ യേശു പറഞ്ഞത്, ഈ പുരുഷാരത്തിന് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് അവിടെ കൂടിയ ക്രൗഡിനോടല്ല, ഹി ദ ചോസൻ ഡിസൈപ്പിൾ. അവരോടാണ് യേശു ഉത്തരവാദിത്തങ്ങൾ അർപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുപ്പാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവമേ, നീ ഒരു വിശ്വാസിയായിട്ടല്ല കടന്നു പോകേണ്ടത്, നീ യേശുവിൻ്റെ ശിഷ്യനായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പഴയ നിയമത്തിലാ ഒരു ഭാഗം, ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്നിരിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സസ് 14. അവിടെ ഒരു മനുഷ്യന്, അദ്ദേഹത്തിൻ്റെ പേര് ഗിദെയോൻ എന്നാ.
പുള്ളി മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഭാഗം വിശദീകരിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ അടുത്ത് കുരുവേലകത്തിൻ്റെ ചുവട്ടിൽ ഒരു ദൂതൻ അവിടെ നിന്നിട്ട് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താ ഇവൻ ചെയ്യുന്നത്? എന്നിട്ട് വിളിച്ച വിളി നിങ്ങൾക്കറിയാമല്ലോ. എന്താ വിളിച്ചതാ? പരാക്രമശാലിയേ. എന്നാ പരാക്രമം അവൻ ചെയ്തുകൊണ്ടിരുന്നേ? മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ താന് കൃഷി ചെയ്ത ഗോതമ്പെടുത്ത് ഗോതമ്പ് കളത്തി വെച്ച് പൊതിച്ചാൽ അവന്മാർ വന്ന് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ് എന്താ മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ കൊണ്ടിട്ട് മെതിക്കുക. പ്രൈസ് ദി ലോർഡ്. അത്രയും ധൈര്യം അവൻ കാണിച്ചല്ലോ. നമ്മള് യേശു ദൈവപുത്രനാ, യേശു രക്ഷിക്കുന്നവനാ, യേശു അതെ എനിക്ക് വേണ്ടി വലിയവ ചെയ്തതാ. ഇത് ആരോടെങ്കിലും ഒന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒളിഞ്ഞും പാത്തും ആണെങ്കിലും വേണ്ടിയില്ല ദൈവവേദലേ. സൗദി അറേബ്യയിൽ 13 വർഷം ഒളിഞ്ഞും പാത്തും കർത്താവിൻ്റെ വേല ചെയ്ത താമസിച്ച വീട്ടില് അന്നത്തെ കാലഘട്ടത്തിൽ ആരാധന നടത്തിയതാ. 80-100 പേരെ കൂട്ടി ഒളിഞ്ഞും പാത്തുക. ഇറക്കി വിടുന്ന 2 പേരെ ഒരാളെയൊക്കെ വെച്ചാ അവൻ പോയി. പിന്നെ 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത ആളെ ഇറക്കി വിടത്തുള്ളൂ. ഹല്ലേലൂയ. ഗട്സ് വേണമെന്നേ. ഒളിഞ്ഞും പാത്തുവാണെങ്കിലും ഉള്ളത് പറയാനുള്ള ഗട്സ് നീ കാണിച്ചാൽ നിന്നെയും ദൈവം വിളിക്കും പരാക്രമശാലിയേ. ആ പരാക്രമശാലിയായ ഇസ്രായേലിൽ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവനെയാ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നോക്കി. ഞാൻ ആ ഭാഗം എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. യഹോവ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഈ ബലത്തോടെ പൊക്കൂ, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോപ്പിക്കും. എൻ്റെ ദൈവമേ, ആ നോട്ടത്തിനകത്തുണ്ടായിരുന്ന ആ ഒരു കൃപയും ആ ഒരു ബലവും ഇതേൽ വ്യാപരിച്ചതൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിന്റെ കുറവുകളെ കണ്ടുപിടിച്ച് പറയുക മാത്രമല്ല, ഈ നോട്ടത്തിനകത്തുള്ളത് നിന്നെ ബലപ്പെടുത്തുന്ന നോട്ടവും എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എഹെസ്കേൽ പ്രവചനം 37-ാമത്തെ അധ്യായം നമുക്കറിയാം. ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥികൾ. എഹെസ്കേൽ പ്രവാചകനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ഒരു വാലിയിൽ കൊണ്ടുവന്ന് നിർത്തി. അത് മുഴുവൻ എങ്ങനെയുള്ളതാ? ഉണങ്ങിയ അസ്ഥികളാൽ. എന്നിട്ടൊരു ചോദ്യം, ഇത് ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ രാജ്യം വിടുവിക്കപ്പെടുമോ? ഈ മനുഷ്യൻ വിടുവിക്കപ്പെടുമോ? ഈ വ്യക്തി രക്ഷിക്കപ്പെടുമോ? ദിവസവും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയും ഹോപ്പ്ലെസ്. അവനൊന്നും ഗുണപ്പെടാൻ പോകുന്നില്ലെന്നേ. ഇല്ല, തമ്പുരാൻ നിന്നെ ആ വാലിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ നീ കൽപ്പിക്ക. ഹല്ലേലൂയ. ദൈവ ആത്മാവിൻ്റെ കാറ്റങ്ങോട്ട് വീശിയാലുണ്ടല്ലോ, ഇതിലെ ദൈവശക്തിയുടെ വ്യാപാരമോട് വ്യാപരിച്ചാലുണ്ടല്ലോ, ഉണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റൊരു സൈന്യമായി നിൽക്കത്തക്ക നിലയിൽ ദൈവശക്തിയുടെ വ്യാപാരം അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കണ്ടാൽ അവനെ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
അത് വീട്ടിൽ കാറ് ക്ലീൻ ചെയ്യുന്നവനാകട്ടെ, തുടയ്ക്കാൻ വരുന്നവനാകട്ടെ, പച്ചക്കറി വിൽക്കുന്നവനാകട്ടെ, ദിനംതോറും ഇടപെടുന്നവനാകട്ടെ. എൻ്റെ മകന് ഇളയ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമാ, മുടി വെട്ടാൻ പോയതാ ബാർബർ ഷാപ്പിൽ. ബാർബറുമായിട്ട് സംസാരിച്ച് വന്നപ്പം എടുത്തിട്ടു യേശുവിനെ കുറിച്ച് വ്യക്തമായെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമേ, അവസരം കിട്ടുമ്പോൾ എൻ്റെ യേശുവിനെ കുറിച്ച് പറയുവാൻ നീ മടിക്കരുത്. ഒരു വിത്ത് വിതച്ചിട്ടേരെ. ഹല്ലേലൂയ. അത് ദൈവ സാന്നിധ്യം, ദൈവാത്മാവ് അതിന്മേൽ, ഭൂമിയുടെ മേൽ ദൈവം പൊരുന്നിരുന്നത് പോലെ നീ അയച്ച വിത്തിനുമേൽ, ആ വചനത്തിൻ്റെ മേൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ട്രാക്റ്റ് കിട്ടിയതാകാം, റേഡിയോയിലൂടെ ഒരു സന്ദേശം കേട്ടതാകാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു ചെറിയ ഗിദെയോന്റെ ബൈബിള് കിട്ടിയതാകാം. ചിലരൊക്കെയും അത് കർത്താവിന് വേണ്ടി ദിവസങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാ. ഈ ഗിദെയോന്റെ ബൈബിൾ കൊണ്ടുവച്ചവന് ആ ആൾക്കറിഞ്ഞുകൂടാ, റേഡിയോയിലൂടെ പ്രസംഗിച്ച പുള്ളിക്കറിഞ്ഞുകൂടാ, ട്രാക്റ്റ് കൊണ്ട് കൊടുത്ത വ്യക്തിക്കറിഞ്ഞുകൂടാ, അവര് പരസ്പരം അറിഞ്ഞുകൂടാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെ അവരെ എല്ലാവരെയും അറിയുന്നുണ്ട്. ആമേൻ. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തുകയാ. നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നമുക്ക് പുറകോട്ട് നോക്കണം. We have to look behind what God was faithful to us, how God has done wonderful things in our life. Even before we were in, നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പോലും എൻ്റെ ദൈവം എന്നെ എങ്ങനെയാ നടത്തിയത്, കർത്താവിനെ അറിയുന്നതിന് മുൻപ് പോലും ദൈവം എന്നെ എത്ര മനോഹരമായിട്ടാണ് നടത്തിയത്. നന്ദിയുള്ളവരാണോ? ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ഫ്രണ്ടിലേക്ക് നോക്കണം. ലുക്ക് ഫോർവേഡ്. God is going to do a miracle in your life. Praise the Lord. നിങ്ങളുടെ വിഷയം അവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ കാണുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നതാ. ഏലിയാവിൻ്റെയും ഏലിശയുടെയും ജീവിതം എടുത്ത് പഠിച്ചാൽ അവർ രണ്ടുപേരും മരിച്ച 2 കുട്ടികളെയും കൊണ്ട് മുറിക്കകത്തേക്ക് കയറി, പ്രാർത്ഥനാ മുറിയിലേക്ക്. എന്നിട്ട് തിരിച്ചിറങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? മരിച്ച ശവവുമായിട്ട് കയറി ജീവനുള്ളവരായി പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ മരിച്ച വിഷയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അതിനെ ജീവനുള്ളതായി മടക്കി തരുവാൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരണം. ദൈവത്തിലുള്ള വിശ്വാസം ഉറക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രസന്റ് സിറ്റുവേഷനിലേക്ക് നാം കടന്നു വരണം. റോമാലേഖനം 8:28 വാക്യം എടുക്കണ്ട. ദൈവം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ പറ്റും? ദൈവം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിലെ ഭാരമേറിയ നീറുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ
ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഇത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുക, സമയം കഴിഞ്ഞല്ലോ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസിദ്ധനായ ഒരു വയലിനിസ്റ്റ്, അദ്ദേഹം ഒരു വയലിനെടുത്ത് മനോഹരമായി വായിച്ചു. എല്ലാവരും വളരെ സന്തോഷിച്ചു. He played very well. After that, അതെന്ത് ചെയ്യുന്നറിയാം, ആ വയലിൻ താൻ തറയിലേക്ക് അറിഞ്ഞ് അതിനെ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് he took another one. He played again wonderfully. Then he said, the first violin was 500 rupees price. It was the 500. That price was 500 rupees. The present one which I was playing is 50,000 rupees. Did you find any difference? ഏതെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ വായിച്ചപ്പോൾ ഓഡിയൻസ് പറഞ്ഞു ഒരു ഡിഫറൻസും കിട്ടിയില്ല. അതിൽ വായിച്ചതും നല്ലതായിരുന്നു, ഇതിൽ വായിച്ചതും നല്ലതായിരുന്നു. ദൈവവൈതലേ, വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ നീ ഏത് വയലിൻ കൊടുത്താലും അവൻ ഭംഗിയായി അതിനെ വായിക്കാൻ അവൻ വിശ്വസ്തനാണ്. ആമേൻ. പണിയാൻ കഴിയുന്നവൻ്റെ കയ്യിൽ, അതെ, അവൻ്റെ കരങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഭംഗിയായി. അന്ത്രയോസിന്റെ കയ്യിൽ അപ്പം കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. അത് കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ 5000 പേർക്ക് പോഷിപ്പിപ്പാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. കൊടുക്കൻ്റെ കയ്യിൽ ഇന്ന് രാത്രികാലം കൊടുക്കണം. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാ? നിന്നെ പണിയേണ്ടതുപോലെ, നിന്നെ ചെത്തേണ്ടതുപോലെ, നിന്നെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ ഈ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ഹല്ലേലൂയ, ആമേൻ. ഇൻസ്ട്രുമെൻ്റ് അല്ല വിഷയം, അത് വായിക്കുവാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ കിട്ടിയാൽ ദൈവവേദനയെ അത് ഭംഗിയായി കൈകാര്യം ചെയ്യും. ഇന്ന് പകൽക്കാലം, ഈ സന്ധ്യാസമയം നമ്മെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവുകളെ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ടാലന്റിനെ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതിലപ്പുറമായി കഴിവുകളെ തന്ന് നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കരമുയർത്തി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ ഏൽപ്പിക്കുകയാണ്. എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അനേകർക്ക് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി എന്നെ പണിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ